എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്നാണ് സീരീസിൻ്റെ എപ്പിസോഡ് 127 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ വളരെ സ്ട്രോങ് ആയ പവർ അത് ബ്രേക്ക് ആകുന്നു. ആ സീല് അത് ബ്രേക്ക് ആയത് അവർക്ക് മനസ്സിലായി. പുറത്ത് ഷിംഡ സിറ്റിയിലേക്ക് കൂടുതൽ ആൾക്കാരെ അയക്കാൻ സിഗ്നൽ കൊടുക്കാനായിട്ടും പറഞ്ഞ് ശിവാനി അത് ചെയ്തു. അതിനെ പുറത്തു വരുന്ന ഒരു കാരണത്തിലും അനുവദിക്കരുത്. ഈ സീല് പെട്ടെന്ന് തന്നെ സോൾവ് ആക്കാനായിട്ട് പറയുകയാണ്. അതിനെ പറഞ്ഞ് ചെയ്യുകയാണ്. സ്റ്റാർ സിറ്റി അത് സ്റ്റേബിൾ ആക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ. പയ്യെ പയ്യെ അത് നോർമലായി. ഈ സമയം അകത്താകട്ടെ സ്വതന്ത്രമായ 3000 വേണി ഫ്ലെയിം ഇപ്പോൾ ഡ്രാഗൺ എന്ന് തന്നെ പറയാം. ആ ഫോമിലാണല്ലോ ഉള്ളത്. ശൂലിംഗ് ശിവനോട് അത് ഫ്രീ ആയി. ആ 3 പേര് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഫ്ലെയിമിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഈ സമയം മൂവ് അതിനോട് കൺഗ്രാറ്റ്സ് പറയുകയാണ് പുറത്ത് വന്നതിൽ. സംസാരത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കുറെ നേരമായിട്ട് സംസാരിച്ചത് ഈ പ്ലാൻ ആയിരുന്നു, പാലമായിട്ട് സോൾ ഹാളിലേക്ക് വരാമെന്ന്. ശിവനെ കേട്ട് ദേഷ്യം എന്നാ ഡ്രാഗൺ ഇപ്പോൾ കളം മാറ്റി. സോൾ ഹാൾ അവിടെ ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ 1000 വർഷമായിട്ട് ഞാൻ ഇതിനുള്ളിലായിരുന്നു. എനിക്ക് ഈ കോണ്ടിനെന്റ് ഒന്ന് കാണണം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വരാം, ഫണ്ണാക്കാം എന്ന രീതി അത് കേട്ട് പ്രോമിസ് മാറ്റുകയാണോ. എന്ത് ഹ്യൂമൻസ് ആദ്യമായിട്ട് ചെയ്യുന്നത് പോലെയാണല്ലോ എന്ന രീതിയിൽ തിരിച്ച്. നീ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല, നിന്നെ ഇനി കൊന്നിട്ടാണെങ്കിലും കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന ജെയ്ഡ് അത് ബ്രേക്കാക്കി. ആ സ്പേസ് ജെയ്ഡ് അതായിരുന്നു അവന്റെ കയ്യിലുണ്ടായിരുന്നത്. സോൾ ഹാൾ ഉള്ളവര് ഡയറക്റ്റ് അതിനുള്ളിലേക്ക് വരാനായിട്ട് തുടങ്ങി. ഒരു 3 ഡവ് വെനറേറ്റ് ആയവരാണ് അവിടെ വന്ന്. അതിലൊരാൾ നമ്മുടെ മാസ്റ്റർ ഇതിനു വേണ്ടി വലിയ പ്ലാനാണ് വെച്ചേക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മൂക്കു നമ്മൾ 4 പേര് വിചാരിച്ചാൽ പോലും ഇതിനെ എടുക്കാൻ കഴിയണമെന്നില്ല. അത് ശരിയാണ്. ഇപ്പോൾ പ്ലാൻ എന്താണ്? ആ ഒറിജിനൽ ഫ്ലെയിം എടുക്കുന്നതോടെ ടാസ്ക് കഴിയും. ശിവൻ 4,000 ആൾക്കാരോ ഇതിനിടയ്ക്ക് ആ ഫ്ലെയിം എടുക്കാൻ കഴിയണമെന്നില്ല. ചൂലിങ്ങപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അവരുടെ പ്ലാൻ എന്താണെന്ന് നോക്കട്ടെ. അപ്പോഴേക്കും അത് പവേഴ്സ് എടുക്കാനും തുടങ്ങി. അതുകൊണ്ട് മൂവ് ഫോർമേഷൻ സെറ്റ് ആകാനായിട്ട് പറയുന്നുണ്ട്. അവർ 10,000 റിവറിങ് സ്പിരിറ്റർ എന്നൊരു ഈവിൾ ടെക്നിക്ക് ഉപയോഗിച്ച് അറ്റാക്ക് ആ ചെയ്യും പോലുള്ള നേരെ വിട്ട് ലോക്ക് ആക്കാനും സോൾ അറ്റാക്ക് കൊടുക്കാനും നോക്കുന്നുണ്ട്. എന്നാൽ അതൊരു ഫ്ലെയിമാണ്. ഈ സോളിലെ അറ്റാക്ക് അതൊന്നും കാര്യമില്ല എന്നതാണ്. ഈ ചെറിയ ട്രിക്ക് യൂസ് ചെയ്ത് നോക്കുകയാണ് എന്ന് പറഞ്ഞ ആ ഫ്ലെയിമിന്റെ പവർ തന്നെ അത് ഇല്ലാതായി. അതിലെല്ലാവരും പിറകോട്ട് പോയി. ഇങ്ങനെ ചെയ്താൽ ഒരു കാര്യം ഉണ്ടാകില്ല, ഇനിയും നോക്കുന്ന പറഞ്ഞ് നിൽക്കുവാണ് ആ ഡ്രാഗൺ. ഈവിൾ ബിസ്റ്റ് നിന്നെ നോക്കിക്കോ, നിന്റെ ക്രൂരമായ ഡെത്തിന് എന്ന് പറഞ്ഞ മൂക്ക് അവരുടെ സാക്രിഫൈസ് നാറ്റൽ സോളിലോക്ക് എന്നത് പറയുകയാണ്. അത് കേട്ടപ്പോഴേ അത് ചെയ്യുന്നുണ്ട്. അത് കണ്ട് നാറ്റൽ സോളിലോക്ക് അതെന്താണ് എന്ന് ചോദിക്കുകയാണ്. നാറ്റൽ സോളിലോക്ക് അങ്ങനെയാണോ അതിനെ പറയുന്നതെന്ന് അറിയില്ല. അത് സോളായിട്ട് കണക്റ്റ് ആണ്. അതിന് വല്ല ഡാമേജും പറ്റുകയാണെങ്കിൽ അത് ഡയറക്റ്റ് സോളിനെയാണ് കിട്ടുക. അത് സാക്രിഫൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് എൽഡേഴ്സിന്റെ ലാസ്റ്റായ ട്രം കാർഡാണിത്. സംഭവം സ്വന്തം സോൾ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ യൂസ് ചെയ്ത് നോക്കുന്നു. ഡ്രാഗന്റെ പവർ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടുതൽ പവറിൽ അത് നടന്നില്ല. അത് അതിന്റെ പല ഭാഗത്തായിട്ട് കൊത്തിറങ്ങി. അതിന് ദേഷ്യം വന്ന് അഗ്രസീവ് ആവാനായിട്ടും തുടങ്ങി. അവർക്ക് നല്ല രീതിയിൽ റിസ്ക് എടുക്കുന്നുണ്ട് എന്നാണ്. മോഗുവിനോട് പെട്ടെന്ന് തന്നെ ഒറിജിനൽ ഫ്ലെയിം എടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് അധികം നേരം അവർക്ക് കഴിയില്ല. നീ എത്ര ശ്രമിച്ചാലും ഇതൊന്നും പുറത്തരില്ല എന്ന് ഡ്രാഗനോട് അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. ശിവനപ്പോൾ ഇത് വേറെ പ്ലാൻസ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, ഇത് ഇത്രേ ഉള്ളൂ. മൂഗു ഡ്രാഗനോട് നീ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുന്നതിൽ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞത് എടുക്കാൻ വന്നതും അത് ഫോഴ്സ്ഫുള്ളി ആയിട്ട് ഒറിജിനൽ 3000 വേണി ഫ്ലെയിം അത് എടുക്കുകയാണ്. ആ ഇനിഷ്യേറ്റീവ് ഫയർ അതിൽ തടയാൻ നോക്കി. എന്നാൽ പിറകോട്ട് നല്ല പരിക്കും പറ്റി. അത് ഒറിജിനൽ ഫയർ ഉപയോഗിച്ചോ എന്ന് പറയുകയാണ്. ആ ഡ്രാഗനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് ശിവലിംഗ്. ശിവനപ്പോൾ എനിക്കെന്തോ സ്ട്രേഞ്ച് പോലെ, ഇതിന് വേറെ പ്ലാൻ ഉണ്ട്. പെട്ടെന്നാണ് ആ ഡ്രാഗനെ എന്തോ മാറ്റം പോലെ വരുന്നതും. അതുകൊണ്ട് ആ ഒറിജിനൽ ഫയർ ഉപയോഗിച്ച കാരണം കുറച്ചു നേരത്തേക്ക് അത് വീക്കാണ്. ഈ സമയം എന്ന് പറഞ്ഞു വിട്ടു. അവർ പിടിക്കാനായിട്ട് പോകുന്നു. ശിവൻ ഇതുകൊണ്ടിട്ട് ഇതാണ് അവസരം എന്ന് ശിവലിംഗിനോട് പറഞ്ഞ് അവരും പോകുന്നുണ്ട്. ആ ഡ്രാഗൺ അവിടുന്ന് മാറി എസ്കേപ്പായി പോകുന്നത് വരെ സോൾ ഹാളിലുള്ളവരെ മാറി തിരിഞ്ഞ് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ കഴിയുന്നില്ല, മാറി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ സോൾ അറ്റാക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്. ആ റെഡ് ഡസ്റ്റ് പോലെയുള്ളത് അത് സോളാണ്. അത് വെച്ച് പിന്നെ ട്രാപ്പാക്കി. എന്നാൽ അപ്പോഴേക്കും അതിന്റെ പവർ പയ്യെ തിരിച്ചു വരാനായിട്ട് തുടങ്ങിയതുപോലെ. അതുകൊണ്ട് തന്നെ പിന്നെ ബ്രേക്കാക്കി സോൾ ഹാളിലുള്ള ഒരാളെ അറ്റാക്ക് ചെയ്ത് എതിർക്കാൻ നോക്കി, കഴിഞ്ഞില്ല. ചുരുട്ടി പിടിച്ച് ആ ഫ്ലെയിമിൽ തന്നെ ഇല്ലാതാക്കി. അതിന്റെ വീക്ക്നെസ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല. നേരത്തെ അവരെ എസ്കേപ്പായി പോവുകയായിരുന്നല്ലോ, പിന്നെ വീക്കായതുപോലെ മനസ്സിലാക്കിയിട്ട് പിന്നെ സോൾ ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. സംഭവം ആ സോൾ അത് വെച്ച് അറ്റാക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കി. എങ്കിൽ ആ സോൾ അറ്റാക്ക് ബോഡിയിൽ കൊള്ളുന്നുണ്ട്. ആ ഡ്രാഗന് ഇനി പിടിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അത് സോൾ ഹാൾ കൊണ്ടുപോകും എന്ന് ശൂലിന്. കാരണം ആൾറെഡി വീക്കായിട്ടാണ് ഉള്ളത്. സോൾ ഹാളിന് ഇത് അഡ്വാൻറ്റേജ് ആണ്. ശിവൻ മോകു പിന്നെ മറ്റൊരാൾ എൽഡറിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. മറ്റേ ആളിനെ അതിനെ നമ്മൾ നോക്കാം എന്ന് പറഞ്ഞ് പപ്പറ്റിനെ എടുത്തു. 3000 വേണി ഫ്ലെയിം അത് സോൾ ഹാൾ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സ് ഉറപ്പിച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. മൂവ് കണ്ടിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ ശൂലിംഗ് തടഞ്ഞു. വേറൊരാൾ കൂടി ഫൈറ്റിന് ചേർന്നു. ആ രണ്ടുപേരെയും അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാണ് ശൂലിംഗ്. മറ്റൊരാൾ ആ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി അതിന്റെ അറ്റാക്കുകൾ ചെയ്യുന്നുണ്ട്. തിരിച്ചും കിട്ടുന്നുണ്ട്. ഒരു സോഡ് പോലെ ഉള്ളത് അത് വിടുമ്പോൾ അപ്പോഴേക്കും പപ്പറ്റെത്തി അതിനെ എതിർത്തു. ഡ്രാഗനെ പിറകെ പിന്നെ ശിവൻ മാത്രം അതിന് ഇഞ്ചറി പറ്റിയത് അത് ഓട്ടോമാറ്റിക് ഹീലാവുകയാണ് എന്നത് മനസ്സിലാക്കി മുൻപ് വന്ന് നിന്നിട്ട് റൂളർ എടുത്ത അറ്റാക്ക് അത് തടയുമ്പോൾ നീ എന്റെ സ്ട്രേഞ്ച് ഫയർ നോക്ക്, ഇത്
തടയാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് അറ്റാക്ക്. ഈ സമയത്ത് മറ്റുള്ളവര് പല ഭാഗത്തായിട്ട് ഫൈറ്റും ചെയ്യുന്നുണ്ട്. ഷിയോനെ വായിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഫ്ലെയിം വെച്ച് അറ്റാക്ക് കൊടുത്തു, അത് തിരിച്ചു. എന്നാൽ ഷിയോയെ റൂളർ ടെക്നിക്ക് ഉപയോഗിക്കണം, അത് വെച്ച് ആ ഫ്ലെയിമിനെ തടയുന്നുണ്ട്. ആ സമയം ബോട്ടിലാക്കിയ ബോൺസില്ലിംഗ് ഫ്ലെയിം അത് നേരെ വിട്ടു. അത് ഏറ്റവും കോൾഡ് ഫയർ ആണല്ലോ, അത് ബ്രേക്കാക്കി അപ്പോൾ തന്നെ ഫ്രീസായി. ഒറിജിനൽ ഫയർ അല്ല അതിന്റെ ബോഡി, അതിന്റെ ഡ്രാഗൺ ഫോമിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് ഫ്രീസ് ആകും. ബോൺസില്ലിംഗ് ഫ്ലെയിമിനേക്കാൾ മുകളിലാണ് ഈ ഫ്ലെയിം. എന്തിനാ ഫ്രീസായ ടോട്ടലി. അതുപോലെ തന്നെ സിയാൻ കൊടുത്ത ഏൻഷ്യന്റ് ഡ്രാഗൺ ബ്ലഡ് അത് ഉപയോഗിച്ച് ഇപ്പോൾ സിയൻ ആ ഡ്രാഗന്റെ ബ്ലഡ് ഒന്ന് ഡ്രാഗന്മാർക്ക് കണക്ട് ആയിട്ടുണ്ട്. അഥവാ ഇത് സക്സസ് ആയില്ലെങ്കിൽ ഡ്രാഗൺ സിയനെ കൺട്രോൾ ചെയ്യും. എന്ത് തന്നെയാലും സിയന്റെ സോള് ആ ഡ്രാഗന്റെ സ്പിരിച്വലിലേക്ക് പോയി, അതായത് മെന്റൽ സ്പേസിലേക്ക്. ആ ഡ്രാഗൺ നിനക്ക് വളരെ ടാലന്റ് ഉണ്ട് എന്ന് എന്റെ മെന്റൽ സ്പേസിലേക്ക് വരെ എന്ത് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് വരികയാണ്. ആ ഡ്രാഗന്റെ സോള് ഷിയന്റെ സോള് ആയിട്ട് സോൾ ബാറ്റില് വേറൊന്നും നോക്കണ്ട വാ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവിടെ സോൾ വാർ തുടങ്ങി. ഇത് പുറത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് മനസ്സിലായി, എന്നാൽ അത് എങ്ങനെയെന്ന് അവർക്ക് അറിയില്ല. ഇതാണ് അവസരം എടുക്കാൻ എന്ന് മൂകു ചൂലിങ്ങിനെ തടയാനായിട്ട് പറഞ്ഞു പോകുന്നു. കാവ ഇങ്ങ് ഡാൻസിന് അവിടെ വന്ന് അവർക്ക് ഇങ്ങനെ നിൽക്കുന്നത് അത് മനസ്സിലായില്ല. എന്നാൽ സോങ് അവിടെ പോയെന്നും ആർക്കറിയില്ല. അവരുടെ ഫൈറ്റിംഗ് സ്റ്റൈലിൽ മാറിയതുപോലെ ഡാൻസിന്റെ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോൾ പവർ. രണ്ടുപേരുടെയും സോൾ പവർ ഫീൽ ചെയ്യുന്നു. അങ്ങനെ എനിക്ക് അപ്പോൾ സോൾ പവർ ചെയ്യുകയാണ് എന്ന് കാവ ഇങ്ങ് മുൻപൊരു എപ്പിസോഡ് പറഞ്ഞല്ലോ, ഡാൻസിന് മറ്റുള്ളവരുടെ സോൾ പവർ യൂസ് ചെയ്യുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു. ഷിയോനെ സോൾ പവർ വളരെ സ്ട്രോങ് ആണ്, എന്നാൽ ഇതിനെ എതിർക്കാൻ കഴിയുമോ എന്നതാണ് സംശയം. അപ്പോഴാണ് മൂവ് ഇങ്ങോട്ട് വരുന്നത് കണ്ട് തടയാൻ നോക്കുന്നത്. ഷിയോനെ ഇത് പണിയാണ് എന്ന് പറഞ്ഞ് അവർ നോക്കുന്നു. മാറാൻ പറഞ്ഞ് കേട്ടില്ല. അവർക്ക് കിട്ടി മാറി കൊടുത്തു. ഒരു വെനറേറ്റീവ് ലെവലിനെ എതിർക്കാൻ അവർക്ക് കഴിയില്ല. അടുത്തേക്ക് എത്തി എന്നാ പെട്ടെന്നാണ് ഒരു പവർ ഒന്ന് തടയുന്നത്. അങ്ങോട്ട് ഒരാൾ സ്പേസ് യൂസ് ചെയ്ത് വരികയാണ്. ശുവാൻ തന്നെ സോൾ ഹാളിലെ കുറച്ച് ഡൗസൻ ആൾക്കാർ ഇവിടെ കണ്ടല്ലോ. ശുവാനെ കണ്ട് ഷോക്ക്. അവ പുറത്ത് ഡിലേ ചെയ്യാൻ നോക്കി അവർ ഫെയിലായി എന്നത് പറഞ്ഞ് എല്ലാവരോട് തിരിച്ചു പോകാനായിട്ട് പറയുന്നുണ്ട്. അവർ പോയി അങ്ങനെ പോയാലോ എന്ന് പറഞ്ഞ ഒരു സ്കില്ല് അത് സ്പേസിലേക്ക് വിട്ടു. അവർക്ക് നല്ല രീതിയിൽ പരിക്കുപറ്റി. ഡെഡായി കാണണം. മൂഗോ അപ്പോൾ ഇതിന് പകരം ചെയ്തു എന്ന് പറഞ്ഞാണ് പോയി. ഷിയോൻ സോൾവാർ ചെയ്യുന്നത് കൊണ്ട് അവനപ്പോൾ ശരിക്കും എന്താണ് വേണ്ടേ എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സമയം ഷിയോന് ഉള്ളിൽ ഫൈറ്റ് ആ അറ്റാക്ക് എല്ലാം മാറി മാറി പോകുന്നുണ്ട്. കുറെ നേരം ആയിട്ട് അങ്ങനെ ആ ഡ്രാഗൺ ഒട്ടും വിചാരിച്ചില്ല ഒരു ഹ്യൂമൻ ഇത്രയും സ്ട്രോങ് ആയ പവർ കാണുമെന്ന്. നീ എവിടെ നിന്ന് വരുന്നത് ഗീവ് അപ്പ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ പറ്റില്ലല്ലോ. ഈ സമയം ബോൺ ചില്ലി ഫ്ലെയിം കൊണ്ട് ഫ്രീസ് ആയത് മാറാനും തുടങ്ങി. ഡ്രാഗൺ സീലുള്ളത് കൊണ്ട് തന്നെ എന്നെ പിടിക്കാൻ പറ്റുമെന്ന് കരുതണ്ട. എന്റെ 1000 വർഷമായിട്ട് ഈ പ്രിസണിൽ കിടന്ന് അനുഭവിച്ച വേദന അത് നീ അനുഭവിക്കുക എന്ന് പറഞ്ഞ ഒരുപാട് സോൾ പവർ അത് റിലീസ് ചെയ്യുവാണ്. പുറത്ത് അത്ര ടെറിഫിക്കായ പവർ ചുഴലിക്കാറ്റൊക്കെ പോലെ അൺകൺട്രോൾഡ് ആയ ഫ്ലെയിം വരാനായിട്ട് തുടങ്ങി. ശുവാൻ അവരോട് ഇപ്പോൾ തന്നെ സ്റ്റാർ റീജിയൻ വിട്ടു പോവാനായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവൻ ആപത്താണ്. അപ്പോൾ ഷിയോന്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പോയി. അവന്റെ അടുത്തേക്ക് പോവാണ്. ചൂലിങ് അവരോട് ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞ് അവരോടന്ന് പോയി. എനിക്ക് ഇവിടെ അധികം നേരം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ഷിയോനെ എതിർക്കാനും അധികം കഴിയില്ല എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് പപ്പറ്റ് വന്ന് തടയുന്നത്. ഷിയോന്റെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കില്ല എന്നത് മനസ്സിലായി. എന്നാൽ ശിവന് കഴിയും, അത് വേറെ കാര്യം. വിചാരിച്ചതുപോലെ തന്നെ ആ സ്റ്റാർ റീജിയൻ അത് കൺട്രോളിലാകാൻ കഴിയാതെ ഒരുപാട് സ്പേസ് ക്രാക്ക് വിടുന്നു. ഇത് തന്നെയാണ് മുൻപ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഷിയോനെ ഒന്നും പറ്റില്ല എന്ന് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ നീ എങ്ങനെ സേഫ് ആയിട്ട് പോയി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. സ്റ്റാർ റീജിയൻ സീൽ സേഫ് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. കഴിഞ്ഞില്ലേ ഷിയാൻ ഡെഡാകാൻ. അവന്റെ കാര്യം ചോദിക്കുമ്പോൾ അവൻ സോൾവാർ ചെയ്യുകയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അത് അവൻ ആപത്താണ്. ഇപ്പോഴും അവൻ സേഫ് ആയിട്ട് പുറത്തു വരും എന്ന് തന്നെ വിശ്വസിക്കാം. എന്നാൽ അവന് വല്ല പറ്റിയാൽ അവച്ചനോട് എന്ത് പറയും? അവൾ ടൈലി നീ കണ്ടതില്ലേ, അവൻ സോൾവാർ തുടങ്ങിയത് കൊണ്ടാണ് ഔട്ട്സൈഡേഴ്സിനെ തടയാൻ നമുക്ക് കഴിഞ്ഞു. കാരണം ആ ഡ്രാഗൺ പിന്നെ സ്റ്റാർ റീജിയനെ ബ്രേക്കാക്കാൻ നോക്കില്ലല്ലോ, മെന്റൽ സ്പേസിൽ ഫൈറ്റ് ചെയ്യുകയാണല്ലോ. അതുമല്ല അവൻ സ്വന്തമായിട്ട് പ്ലാനും കാണും. അവന്റെ കയ്യിൽ ഒന്നിലധികം സ്ട്രേഞ്ച് ഫയർ ഉണ്ട്. അവന്റെ സെൽഫിന് അത് വെച്ച് തടയുകയാണ്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത് സോൾവ് ആക്കാൻ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പയ്യ സീല് നോർമലായി. ശിവനെ അപ്പോഴും യാവോച്ചിന്റെ ഒരേ ഒരു ഡിസിപ്ലിനാണ്, അവനൊന്നും പറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാകുന്നു അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.